ഹായ് ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4 അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. എ റവന്യൂ മാക്സിമൈസിങ് മോണോപ്പൊളിസ്റ്റ് റിക്വയർസ് എ പ്രോഫിറ്റ് ഓഫ് അറ്റ്ലീസ്റ്റ് ₹1500. ഒരു മോണോപ്പൊളിസ്റ്റിന് മിനിമം ഒരു ₹1500 പ്രോഫിറ്റ് വേണം. സോ അറ്റ്ലീസ്റ്റ് 1500 എങ്കിലും വേണം. ഇനി ഹിസ് ഡിമാൻഡ് ആൻഡ് കോസ്റ്റ് ഫംഗ്ഷൻ ആർ പി ഈസ് ഈക്വൽ ടു 304 മൈനസ് 2Q ആണ്. ആൻഡ് സി ഈസ് ഈക്വൽ ടു സി മൈനസ് അല്ല സി ഈസ് ഈക്വൽ ടു എന്നായിട്ട് എഴുതട്ടെ. അവിടെ ഒരു മിസ്റ്റേക്ക്. സി ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഫംഗ്ഷൻ ആണ് തന്നുള്ളത് 500 പ്ലസ് 4Q പ്ലസ് 8Q² ആണ്. ഓക്കെ, അവിടെ സി ഫംഗ്ഷൻ ആണ്. സി ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് ഫംഗ്ഷൻ ആണ് തന്നുള്ളത് 500 പ്ലസ് 4Q പ്ലസ് 8Q² റെസ്പെക്റ്റീവ്ലി. ഡിറ്റർമിൻ ഹിസ് റവന്യൂ മാക്സിമൈസിങ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് പ്രൈസ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നമുക്ക് മാക്സിമം റവന്യൂ ആണ് ചോദിച്ചുള്ളത്. ഓക്കെ, സോ മാക്സിമം പ്രോഫിറ്റ് അല്ല, മാക്സിമം റവന്യൂ ഉണ്ടാവുന്നത് ഏത് പോയിന്റിലാണ്. സോ മാക്സിമൈസിങ് റവന്യൂ ആ പോയിന്റ് ഏതാണ്, ആ സമയത്തെ പ്രൈസ് എത്രയാണ്, പ്രൊവൈഡഡ് അദ്ദേഹത്തിന് മിനിമം അറ്റ്ലീസ്റ്റ് ₹1500 എന്തുണ്ടാവും വേണം, പ്രോഫിറ്റ് ഉണ്ടാവും വേണം. അപ്പം അതുകൊണ്ട് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. കുറച്ച് ടഫാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പം അതുകൊണ്ട് പ്രൈസ് ഫംഗ്ഷൻ എന്നുണ്ട്, ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അല്ലേ. സോ പ്രൈസും ടോട്ടൽ കോസ്റ്റും അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പ്രൈസും ടോട്ടൽ കോസ്റ്റ് നമുക്ക് ഈ പ്രോഫിറ്റ് ഫംഗ്ഷൻ ഉണ്ടാക്കാൻ നമുക്കൊരു കാര്യം ചെയ്താൽ പോരെ. പ്രൈസിനെ നമുക്ക് ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ പ്രൈസിൻ്റെ ക്വാണ്ടിറ്റി ടോട്ടൽ റവന്യൂ ആയില്ലേ. ദെൻ വൺസ് ടോട്ടൽ റവന്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ കോസ്റ്റ് ഫംഗ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ടോട്ടൽ റവന്യൂവിൽ നിന്ന് കോസ്റ്റ് മൈനസ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ പ്രോഫിറ്റ് കിട്ടിയില്ലേ അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്കൊരു പ്രോഫിറ്റ് ഫംഗ്ഷൻ ആയില്ലേ. ആ പ്രോഫിറ്റ് ഫംഗ്ഷൻ മിനിമം ഈക്വൽ ടു 1500 ആവാൻ വേണ്ട നമുക്കൊരു കൺസ്ട്രെയിൻ്റ് അപ്പം ഉണ്ടായിക്കൂടെ. അതായത് ഒരു മിനിമം നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഓക്കെ, സോ മിനിമം എന്ത് ചെയ്യണം, അറ്റ്ലീസ്റ്റ് അല്ലേ. അപ്പോൾ അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ല, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കണം, 1500 ആയിരിക്കണം അല്ലേ. സോ അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ വരാം. കാരണം മിനിമം നമുക്ക് 1500, അപ്പോൾ ഒന്നില്ലെങ്കിൽ അതോ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലാവണമെന്നല്ല, 1500 താഴെ ആവാൻ പാടില്ല അല്ലേ. 1500 മുകളിലെങ്കിലും എന്ത് ചെയ്യണം, 1500 അല്ലെങ്കിൽ അതിന് മുകളിലോ ആയിരിക്കണം നമ്മളെ പ്രോഫിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് എന്ത് ചെയ്യാൻ ഫംഗ്ഷൻ എന്ത് ചെയ്യാൻ ക്രിയേറ്റ് ചെയ്യാൻ മാത്രമല്ല, നമുക്ക് മാക്സിമം റവന്യൂ ഏത് പോയിന്റിലാണെന്നും കാണണം. ഓക്കെ, യെസ്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം തന്നിട്ടുള്ള ഡാറ്റയിൽ നിന്ന് പ്രൈസിൻ്റെ ക്വാണ്ടിറ്റി ചെയ്തിട്ട് TR പിന്നെ TC മൈനസ് ചെയ്ത് ടോട്ടൽ പ്രോഫിറ്റിലോട്ട് ഒന്ന് എത്താം. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് യെസ് നോക്കാം. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ 4. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ റവന്യൂ ആണ്. ദെൻ ടോട്ടൽ റവന്യൂ ഈസ് ഈക്വൽ ടു പ്രൈസിൻ്റെ ക്വാണ്ടിറ്റി ആണ് അല്ലേ. പ്രൈസിൻ്റെ ക്വാണ്ടിറ്റി ഫോർ പ്രൈസ് ഓൾറെഡി 304 മൈനസ് 2Q തന്നിട്ടുണ്ടല്ലോ. ഇൻറ്റു ക്വാണ്ടിറ്റി എന്താണ്, Q ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ റവന്യൂ ഫംഗ്ഷൻ കിട്ടും 304 ഇൻറ്റു Q 304Q 2Q ഇൻറ്റു Q 2Q² കിട്ടും അല്ലേ. അതുവരെ നമുക്ക് ടോട്ടൽ റവന്യൂ ഫംഗ്ഷൻ കിട്ടി. അടുത്ത സ്റ്റെപ്പിൽ ടോട്ടൽ കോസ്റ്റ് ഫംഗ്ഷൻ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്, നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി തന്നിട്ടുണ്ട്. ദെൻ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പ്രോഫിറ്റ് ഫംഗ്ഷൻ വിൽ ബി എന്തായിരിക്കും, ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ് ആയിരിക്കും. അതിന് ടോട്ടൽ റവന്യൂ നമ്മൾ എന്ത് എടുത്ത് എഴുതാം, 304Q മൈനസ് 2Q² മൈനസ് ടോട്ടൽ കോസ്റ്റ് ഓൾറെഡി ക്വസ്റ്റിൻ്റെ അടുത്ത് തന്നിട്ടുണ്ട്. ദറ്റ് ഈസ് മൈനസ് ഇട്ടിട്ട് ബ്രാക്കറ്റിൽ എന്ത് ചെയ്യുക, ടോട്ടൽ കോസ്റ്റ് ഫംഗ്ഷൻ എഴുതാം. ഈ ബ്രാക്കറ്റ് പൊട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ദറ്റ് ഈസ് മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും, മൈനസ് ഓഫ് പ്ലസ് മൈനസ് തന്നെ ആയിരിക്കും. അപ്പം അത് ശ്രദ്ധിച്ച് എഴുതണം. അതിനുവേണ്ടി 304Q മൈനസ് 2Q² മൈനസ് ഓഫ് 500 എന്താവും, മൈനസ് 500 ആവും. മൈനസ് ഓഫ് പ്ലസ് 4Q എന്തായിരിക്കും, മൈനസ് 4Q ആവും. മൈനസ് ഓഫ് പ്ലസ് 8Q² എന്ന് പറയുമ്പോൾ മൈനസ് 8Q² ആവും. ക്ലിയർ അല്ലേ, ഓക്കെ അല്ലേ. യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതിനെന്ത് ചെയ്യാം, നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഇതിനൊന്ന് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നോക്കാം. സോ അതിന് നമുക്ക് Q² ഉള്ള ഐറ്റംസ് ഒക്കെ എടുക്കാം അല്ലേ. സോ മൈനസ് 2Q² ഉണ്ട്, ഇവിടെ മൈനസ് 8 ഉണ്ട്. അപ്പോൾ മൈനസ് 2ഉം മൈനസ് 8ഉം കൂടെ വരുമ്പോൾ മൈനസ് 10 ആവില്ലേ. ഇപ്പോൾ മൈനസ് 10Q² വരും. പിന്നെ അടുത്തത് Qൻ്റെ ഐറ്റംസ് അല്ലേ. 304Qയിൽ നിന്ന് മൈനസ് 4Q എന്ന് വരുമ്പോൾ സോ പ്ലസ് 304Qയിൽ നിന്ന് 4Q മൈനസ് ചെയ്യുമ്പോൾ 300Q വരും അല്ലേ. 300Q വരും. പിന്നെ ബാലൻസ് ഈ മൈനസ് 500 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനെ അറേഞ്ച് ചെയ്യുമ്പോൾ മൈനസ് 10Q² പ്ലസ് 300Q മൈനസ് 500 എന്നുള്ള ആൻസറാണ് നമ്മൾ ടോട്ടൽ പ്രോഫിറ്റ് ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് വരുന്നത്. ഇനി നമുക്കൊരു പ്രോഫിറ്റ് ഇവിടെ ഒരു കൺസ്ട്രെയിൻറ്റ് നമുക്കൊരു സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം മിനിമം അറ്റ്ലീസ്റ്റ് 1500 നമുക്ക് വേണം അല്ലേ. അങ്ങനെ നമുക്ക് എന്ത് പറയാം, ഈ ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഈ പ്രോഫിറ്റ് ഫംഗ്ഷൻ ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1500 ആയിരിക്കണ്ടേ. ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എത്ര ആയിരിക്കണ്ടേ, 1500, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈക്വൽ ടു 1500 ആയിരിക്കണ്ടേ അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ മിനിമം ഈക്വൽ ടു എന്തെങ്കിലും ആവണം, 1500 എങ്കിലും എന്ത് ചെയ്യണം ആവണം അല്ലേ.
അതുകൊണ്ട് എന്ത് ചെയ്യുക, പ്രോഫിറ്റ് കൺസ്ട്രെയിൻ്റ് എന്ന് എഴുതുക. ദറ്റ് ഈസ് -10q² പ്ലസ് 300q മൈനസ് 500 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എത്ര ആയിരിക്കണം, 1500 ആയിരിക്കണം. ഓക്കെ, നമ്മൾ ഈ ഒന്ന് ഫംഗ്ഷൻ എന്ത് ചെയ്യാൻ പോകണം, ഈ ഒരു കൺസ്ട്രെയിൻറ്റിനെ നമ്മളൊരു ഫംഗ്ഷൻ ആക്കിയിട്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോകണം നോക്കാം. അപ്പോൾ ഈ ഒരു 1500 ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ സോ ഇവിടെ പ്ലസ് 1500 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും, -1500 ആവും അല്ലേ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ -10q² പ്ലസ് 300q, ദെൻ ഈ -1500 കൂടെ ഈ 1500 ഈ -500 മൈനസ് ചെയ്യുമ്പോൾ -500 -1500 -2000 ആവും അല്ലേ. സോ -2000 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കണം, 0 ആയിരിക്കണം. കാരണം ഇവിടെ 1500 ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്തുണ്ടാവുള്ളൂ, 0 ഉണ്ടാവുള്ളൂ. അപ്പോൾ പറയാണ് -10q² പ്ലസ് 300q -2000 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കണം, 0 ആയിരിക്കണം. ഈ 1500 ഇങ്ങോട്ട് പോയപ്പോഴാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഈ ഒരു മൈനസ് ഫസ്റ്റ് തന്നെ എടുക്കുമ്പോൾ ഒരു സുഖമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സൈൻ അങ്ങോട്ടൊന്ന് മാറ്റാം. ഓക്കെ, സൈൻ ഒന്ന് മാറ്റുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. സോ മൈനസ് സൈൻ ഉള്ളിടത്തൊക്കെ എന്താവും, പ്ലസ് ആവും, പ്ലസ് ഉള്ളിടത്തൊക്കെ എന്താവും, മൈനസ് ആവും. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ ഒരു ഇനിക്വാലിറ്റി ഒരു ഇതിലുണ്ടെങ്കിൽ അതും ഓപ്പോസിറ്റ് ആവും. ദറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ എന്തായി മാറും, ലെസ് ദാൻ ആയിട്ട് മാറും. ഓക്കെ, സോ പലർക്കും നമുക്ക് ഇതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും, മൈനസ് പ്ലസ് ആവുന്നതും പ്ലസ് മൈനസ് ആവുന്നതൊക്കെ പലർക്കും അറിയായിരിക്കും. പക്ഷേ മറ്റൊരു മാത്സിൻ്റെ ബേസിക് കോൺസെപ്റ്റ് കൊണ്ട് അറിഞ്ഞിരിക്കുക, നമ്മളൊരു ഇനിക്വാലിറ്റി ഇങ്ങനെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള ഒരു കൺസ്ട്രെയിൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ സൈൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ എല്ലാ നമ്പേഴ്സ് മൈനസ് ഉള്ളിടത്തൊക്കെ പ്ലസ് ആവുകയും പ്ലസ് ഉള്ളിടത്തൊക്കെ മൈനസ് ആവുകയും ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ -10q² പ്ലസ് 300q മൈനസ് 2000 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ളത് സൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഈ -10 എന്തായി മാറും, +10q² ആവും. ഈ +300q എന്തായി മാറും, -300 ആവും. ഇവിടെ -2000 എന്താവും, +2000 ആവും. അതിൻ്റെ ഒപ്പം തന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഓക്കെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ളത് മാറിയിട്ട് എന്തായി മാറും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിട്ട് മാറും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ആ സൈൻ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ അങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, ബേസിക് മാത്സ് റൂളാണ്, അതൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എല്ലാത്തിലും 10 നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് എൻ്റയർ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക, 10 ഡിവൈഡ് ചെയ്യാണ്. സോ ഇറ്റ് ഈസ് ഡിവൈഡ് ബൈ 10. അപ്പോൾ 10q² 10 ഡിവൈഡ് ചെയ്യുമ്പോൾ 10 ഇതിൽ കട്ട് ചെയ്ത് പോകുമ്പോൾ ബാക്കി q² മാത്രം ഉണ്ടാവും. 300qൽ നിന്ന് 10 പോകുമ്പോൾ ഒരു 0 പോകുമ്പോൾ 30q ആയിട്ട് മാറും. 2000ൽ നിന്ന് 10 ഡിവൈഡ് ചെയ്യുമ്പോൾ 2200 ആയിട്ട് മാറും. അഗെയിൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ദെൻ വൺസ് ഇതിൻ്റെ ഫോർമാറ്റ് ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പോലെ തന്നെയാണ്. ദറ്റ് ഈസ് ax² പ്ലസ് bx പ്ലസ് c is equal to 0 എന്നുള്ള രൂപത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഇക്വാലിറ്റിയുടെ സൊല്യൂഷൻ കിട്ടണമെങ്കിൽ, നമുക്ക് ക്യൂവിൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ ഇതിനെന്തായിട്ട് ഈക്വൽ ടു 0 ആയിട്ട് കരുതിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ യൂസിങ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മളുടെ -b പ്ലസ് ഓർ മൈനസ് റൂട്ട് b² മൈനസ് 4ac ഡിവൈഡ് ബൈ 2a എന്നുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. അപ്പോൾ അതിൽ നമുക്ക് -b അല്ലേ വരുന്നത് അല്ലേ. സോ ഓൾറെഡി ഇവിടെ b എന്നുള്ള സ്ഥലത്ത് -30 ആണ് കിടക്കുന്നത്. സോ -30 പ്ലസ് ഓർ മൈനസ് റൂട്ട് b² മൈനസ് 4ac അല്ലേ. സോ b² എന്ന് പറയുമ്പോൾ -30 മൈനസ് 4ac എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു a എന്ന് പറയുന്നത് ഇവിടെ 1 അല്ലേ. ഓക്കെ, സോ a എന്ന് പറയുന്നത് 1 ആണ്, ഇൻറ്റു c എന്ന് പറയുന്നത് 200 അല്ലേ. സോ 200 ഇവിടെ എടുക്കാം, ഡിവൈഡ് ബൈ 2a എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു a എന്ന് പറയുന്നത് ഇവിടെ 1 ആണ് അല്ലേ. യെസ്, സൊല്യൂഷൻ എടുക്കുക. സോ -30 പ്ലസ് 30 ആവും, പ്ലസ് ഓർ മൈനസ് -30ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്തായാലും പോസിറ്റീവ് നമ്പർ അല്ലേ. സോ 30ൻ്റെ സ്ക്വയർ 900 വരും. പിന്നെ -4 ഇൻറ്റു 1 4 ഇൻറ്റു 200 4 ഇൻറ്റു 200 800 വരും അല്ലേ. സോ 800 വരും. അപ്പോൾ -4 ഇൻറ്റു 200 ആയതുകൊണ്ട് 800 വരും. ഓക്കെ, -800 വരും. സോ 900 - 800 റൂട്ടിൻ്റെ അകത്ത് 100 വരും. ദെൻ റൂട്ട് 100 എത്രയാണ്, നമുക്ക് 10 ഇൻറ്റു 10 ആണ് 100 അല്ലേ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 100 ഈസ് ഈക്വൽ ടു 10 ആണ് നമുക്ക് ആൻസർ വരിക. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 30 പ്ലസ് ഓർ മൈനസ് 10 ഡിവൈഡ് ബൈ 2 എന്ന് വരും. ഓക്കെ, സോ 10 ഡിവൈഡ് ബൈ 2. ഇത് നിങ്ങൾ എന്ത് ഒപ്പത്തിന് ചെയ്ത് പോവാം. ഞാൻ പറയുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതൊക്കെ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുമുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, വെറുതെ പകർത്താതെ കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ആ ലോജിക് കൂടെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകും. ഓക്കെ,
അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് നമ്മൾ ലാസ്റ്റ് ഈ സ്റ്റെപ്പിലെത്തും 30 ± 10/2 അല്ലേ. അപ്പോൾ പിന്നെ രണ്ട് പോസിബിലിറ്റി, ഒന്നിനെ പ്ലസ് അല്ലെങ്കിൽ മൈനസ്, രണ്ട് പോസിബിലിറ്റി. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒന്നില്ലെങ്കിൽ 30 + 10/2 വരും, അല്ലെങ്കിൽ 30 - 10/2 വരും. ഈ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. സപ്പോസ് 30 + 10 ആണെങ്കിൽ അവിടെ 40/2, ദാറ്റ് ഈസ് ആൻസർ 20 വരും. അല്ലെങ്കിൽ 30 - 10 എന്ന് പറയുമ്പോൾ 20/2 = 10 വരും. അപ്പോൾ ക്യൂവിൻ്റെ വാല്യൂ ഒന്നില്ലെങ്കിൽ 20 അല്ലെങ്കിൽ 10 ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻഇക്വാളിറ്റി നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ദാറ്റ് മീൻസ് മിനിമം പ്രോഫിറ്റ് 1500 കിട്ടണമെങ്കിൽ, അവിടെ പ്രോഫിറ്റ് കൺസ്ട്രെയിൻ്റ് ഉണ്ട്. ആ ഒരു മിനിമം പ്രോഫിറ്റ് 1500 കിട്ടണമെങ്കിൽ ക്വാണ്ടിറ്റി ഷുഡ് ബി ബിറ്റ്വീൻ 10 to 20 ആയിരിക്കണം. കാരണം ഒരു ക്യൂവിൻ്റെ വാല്യൂ കിട്ടിയത് 10ഉം മറ്റൊരു ക്യൂവിൻ്റെ 20 ആണ് കിട്ടിയത് അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഒരു കൺസ്ട്രെയിൻ്റ്, ഈ ഒരു 1500 എന്നുള്ള പ്രോഫിറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളുടെ ക്വാണ്ടിറ്റി ലെവൽ എന്തായിരിക്കണം, 10 to 20 അകത്ത് ആയിരിക്കണം. എന്നാലാണ് നമുക്ക് ഈ ഒരു 1500 രൂപ മിനിമം പ്രോഫിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കാം. സോ ഞാൻ താഴെ അത് എഴുതിയിട്ടുണ്ട്. ഫോർ അറ്റ്ലീസ്റ്റ് ₹1500 പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ദ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസർ ഷുഡ് ബി ബിറ്റ്വീൻ 10 to 20 ആയിരിക്കണം. ഓക്കെ, സോ ബിറ്റ്വീൻ 10 to 20 ആയിരിക്കണം. ഓക്കെ, യെസ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ, അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ഒരു ഭാഗമേ കഴിഞ്ഞിട്ടുള്ളൂ. കാരണം ക്വസ്റ്റ്യൻ ഒറ്റൊരു ലൈന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദർ ഈസ് ഒരു അറ്റ്ലീസ്റ്റ് 1500 വേണം. നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് മാത്രമേ ഇപ്പോൾ കവർ ചെയ്തിട്ടുള്ളൂ. ദർ ഈസ് ആ ഒരു 1500 അറ്റ്ലീസ്റ്റ് പ്രോഫിറ്റ് വേണം എന്നുള്ളതിൻ്റെ ആ ഒരു പ്രോഫിറ്റ് കൺസ്ട്രെയിൻറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതുവഴി നമുക്ക് അതിന് വേണ്ടിയുള്ള ക്വാണ്ടിറ്റി നമുക്ക് 10 to 20 ആണെന്നുള്ള ആൻസർ കിട്ടി. ഇനി ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദ മാക്സിമം റവന്യൂ മാക്സിമൈസ് ചെയ്യുന്ന പോയിന്റ് എന്താണെന്നാണ്. അപ്പോൾ അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ടാക്സ് റവന്യൂ മാക്സിമൈസ് ചെയ്യുക, ടോട്ടൽ റവന്യൂ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ഹെഡിങ് എഴുതാം മാക്സിമം ടോട്ടൽ റവന്യൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ പഠിച്ചതാണ് മാക്സിമം ടോട്ടൽ റവന്യൂ എപ്പോഴാണ് ഉണ്ടാവുന്നത്, വെൻ ടോട്ടൽ റവന്യൂ ഫംഗ്ഷൻ എന്ത് ചെയ്യുക, അല്ല ഏതൊരു ഐറ്റം മാക്സിമം ആവണമെങ്കിൽ നമ്മൾ ഈ ഒരു ഡിഫറൻസിയേഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു ഫംഗ്ഷൻ നമുക്ക് മാക്സിമം ആവണമെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡിഫറൻസിയേഷൻ എടുക്കുക, എന്നിട്ട് അത് = 0 ആയിട്ട് പറയാം. എന്നിട്ട് അതിൽ നിന്ന് ആ ക്യൂവിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. ദെൻ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തിട്ട് അത് നെഗറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആ പർട്ടിക്കുലർ ഫംഗ്ഷൻ എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും അല്ലേ. ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് മാക്സിമം ടോട്ടൽ റവന്യൂ ആണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ റവന്യൂ ഫംഗ്ഷൻ എടുത്ത് എഴുതുക. ഒരു 304Q - 2Q². അപ്പോൾ ഇത് എപ്പോഴാണ് മാക്സിമം ആവുന്നത്, ഓക്കെ, ഇത് എപ്പോഴാണോ ഈ ഫംഗ്ഷൻ എപ്പോഴാണോ മാക്സിമം ആവുന്നത് ആ പോയിന്റിലായിരിക്കും ടോട്ടൽ റവന്യൂ മാക്സിമം ആവുക. അപ്പോൾ നമുക്ക് ടോട്ടൽ റവന്യൂ മാക്സിമം ആവണമെങ്കിൽ ദെൻ ടി ആർ എന്ത് ചെയ്താൽ മതി, നമ്മൾ ആ TR ഫംഗ്ഷൻ മാക്സിമം ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, TR ഫംഗ്ഷൻ ആദ്യം എടുത്ത് എഴുതിയിട്ട് അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആദ്യം ചെയ്യുക. സോ 304 ക്യൂവിൻ്റെ ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, 304 ആയിരിക്കും അല്ലേ. 304 ക്യൂവിൻ്റെ ഡിഫറൻസിയേഷൻ 304 മൈനസ് 2Q² എന്ന് പറയുമ്പോൾ ആദ്യം 2 എടുത്ത് എഴുതാം, പിന്നെ Q² ഡിഫറൻസിയേഷൻ 2Q എടുത്ത് എഴുതാം. അപ്പോൾ 2 × 2Q ദാറ്റ് ഈസ് 4Q എന്ന് വരും അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഡിഫറൻസിയേഷൻ 304 - 4Q എന്ന് വരും. അടുത്ത സ്റ്റെപ്പിൽ ഈ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്തായിട്ട് സെറ്റ് ചെയ്യുക, 0 ആയിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ 304 - 4Q 0 ആവും. അപ്പോൾ ഈ -4Q ഇങ്ങോട്ട് പോകുമ്പോൾ 304 = 4Q എന്നുള്ള ഒരു ആൻസർ ഇക്വേഷൻ വരും. അതിൽ നിന്ന് Q = ഈ 4 ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡ് ബൈ ആവും. 304 / 4 = 76 എന്ന് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ റവന്യൂ മാക്സിമൈസേഷൻ ശ്രദ്ധിക്കുക. റവന്യൂ മാക്സിമൈസേഷൻ വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് മാക്സിമം റവന്യൂ നമുക്ക് കിട്ടുന്നത് വെൻ Q = എത്ര ആകുമ്പോഴാണ്, 76 ആകുമ്പോഴാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് മാക്സിമം റവന്യൂ എപ്പോഴാണെന്നുള്ളൊരു ചോദ്യം ഉണ്ട് അല്ലേ. അതിൻ്റെ ഒപ്പം തന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ദർ ഷുഡ് ബി എ മിനിമം പ്രോഫിറ്റ് ഓഫ് 1500. ആ ഒരു കൺസ്ട്രെയിൻ്റ് കൂടി നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, സോ ആ ഒരു കാര്യം കൂടി നമ്മൾ സാറ്റിസ്ഫൈ, മിനിമം പ്രോഫിറ്റ് 1500 നിലനിർത്തിക്കൊണ്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, മാക്സിമം റവന്യൂ കമ്പ്യൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിവിടെ 76 ആൻസർ കിട്ടുമെന്ന് വിചാരിക്കാം. 76 ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് മാക്സിമം റവന്യൂ. അതുകൊണ്ട് ആൻസർ എത്രയാണ്, വെൻ Q = 76 ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതാനായിട്ട് നോക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. Q = 76 ആണെങ്കിൽ നമുക്ക് ആ സമയത്തെ ടോട്ടൽ റവന്യൂ ആ സമയത്തെ പ്രോഫിറ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഈ പറഞ്ഞ 1500 കിട്ടുന്നുണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ അല്ലേ. therefore നമുക്ക് മാക്സിമം റവന്യൂ കിട്ടുന്ന പോയിന്റ് 76 ആണെന്ന് ഇതിന് മനസ്സിലായപ്പോൾ, ബട്ട് ഇഫ് Q = 76 ആണെങ്കിൽ ദെൻ പ്രോഫിറ്റ് ക്രൈറ്റീരിയ വിൽ നോട്ട് സാറ്റിസ്ഫൈ. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പറയാണ് Q 76 ആണെങ്കിൽ ആ പ്രോഫിറ്റ് ക്രൈറ്റീരിയ ഉണ്ടല്ലോ, ഏത് ക്രൈറ്റീരിയ, മിനിമം 1500 വേണമെന്നുള്ള അതെന്ത് ചെയ്യുന്നില്ല, അന്ന് സാറ്റിസ്ഫൈ ചെയ്യില്ല എന്നാണ് പറയുന്നത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ പ്രോഫിറ്റ് ഫംഗ്ഷൻ എടുക്കാം. സോ ടോട്ടൽ പ്രോഫിറ്റ് എന്നുള്ള ഫംഗ്ഷൻ എടുക്കാം. നമ്മൾ ടോട്ടൽ പ്രോഫിറ്റ് ഫംഗ്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. സോ ടോട്ടൽ പ്രോഫിറ്റ് ഫംഗ്ഷൻ നമ്മളുടെ ഈ ഒരു ടോട്ടൽ പ്രോഫിറ്റ് ഫംഗ്ഷൻ ആദ്യത്തെ സ്റ്റെപ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് Q ഉണ്ടല്ലോ, Qൻ്റെ അവിടെ നമുക്ക് 76 ഒന്ന് കൊടുത്തു നോക്കാം.
എനിക്ക് ക്യൂവിൻ്റെ അവിടെ നമുക്ക് 76 ഒന്ന് കൊടുത്തു നോക്കുകയാണെങ്കിൽ സോ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടോട്ടൽ പ്രോഫിറ്റ് ഫംഗ്ഷനിൽ എവിടെയൊക്കെയാണ് ക്യൂ ഉള്ളത് അവിടെയൊക്കെ നമുക്ക് 76 ഒന്ന് കൊടുത്തു നോക്കുക. ദാറ്റ് ഈസ് -10 ക്യൂ സ്ക്വയറിൻ്റെ അവിടെ -10 ഇൻറ്റു ക്യൂവിൻ്റെ അവിടെ 76 സ്ക്വയർ എടുക്കുക പ്ലസ് 300 ക്യൂവിൻ്റെ അവിടെ 300 ഇൻറ്റു 76 എടുക്കുക -500 ചെയ്തു വരുമ്പോൾ ഇവിടെ -57,000 സംതിങ് കിട്ടും. പ്ലസ് ഇവിടെ 22,800 പോസിറ്റീവ് -500 ചെയ്തു വരുമ്പോൾ വലിയൊരു ലോസ് ആണ് വരുന്നത്. -35,460 ലോസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ റവന്യൂ മാക്സിമൈസ് ചെയ്യണമെങ്കിൽ ക്യൂ എന്തായിരിക്കണം, 76 ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിലും ആ ഒരു പോയിന്റിൽ നമ്മൾ 1,500 രൂപ പ്രോഫിറ്റ് വേണമെന്നുള്ള ആ ഒരു കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ക്യൂ ഈസ് ഈക്വൽ ടു 76 എന്തല്ല, ആക്സെപ്റ്റബിൾ അല്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് നമ്മൾ പിന്നെ അടുത്ത പോസിബിലിറ്റി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നോക്കുകയാണ്. നമ്മൾ പ്രോഫിറ്റ് ഫംഗ്ഷൻ നമ്മൾ ചെയ്തപ്പം അവിടെ ഒരു കൺക്ലൂഷൻ പറഞ്ഞിരുന്നു. സോ ക്വാണ്ടിറ്റി ഷുഡ് ബി 10 to 20 അല്ല, ക്യൂ ഈസ് ഈക്വൽ ടു 10 to 20 ഇടയിലാവുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് 1,500 നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അകത്ത് മാക്സിമം റവന്യൂ ഉണ്ടാകുന്നത് എപ്പോഴായിരിക്കും, Q20 ആയിരിക്കും അല്ലേ. ഒബ്വിയസ്ലി കൂടുതൽ ക്വാണ്ടിറ്റി വിൽക്കുമ്പോൾ അതായത് 10 to 20 നമുക്ക് 1,500 പ്രോഫിറ്റ് കിട്ടുമെങ്കിൽ 10 എണ്ണം വിൽക്കുമ്പോഴായിരിക്കും മാക്സിമം റവന്യൂ ഉണ്ടാവുക, 20 എണ്ണം വിൽക്കുമ്പോഴായിരിക്കും മാക്സിമം. അതൊരു കോമൺ സെൻസ് ആണ്. എന്തായാലും 20 എണ്ണം വിൽക്കുമ്പോഴായിരിക്കും മാക്സിമം റവന്യൂ നമുക്ക് എന്ത് ചെയ്യുക ഉണ്ടാവുക അല്ലേ. അതുകൊണ്ട് വെൻ ക്യൂ ഈസ് ഈക്വൽ ടു 76 ദർ വിൽ ബി എ ലോസ് ഓഫ് 35,000. നമ്മുടെ ആ ഒരു 1,500 രൂപ പ്രോഫിറ്റ് എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ നമുക്ക് അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ നമ്മൾ എന്തില്ല, സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ therefore to a minimum profit of 1,500 രൂപ മിനിമം പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ മാക്സിമം പ്രൊഡക്ഷൻ പോസിബിൾ ആയിട്ടുള്ളത് 10 to 20 മാക്സിമം നമ്പർ ഏതാണ്, 20 ആണ് അല്ലേ. therefore നമ്മുടെ പ്രൊഡക്ഷൻ ഷുഡ് ബി ഈക്വൽ ടു 20 യൂണിറ്റ്സ് ആയിരിക്കണം. അപ്പോൾ ഈ 20 യൂണിറ്റ്സ് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയുകയാണ് 20 യൂണിറ്റ്സ് ആണോ നിങ്ങൾ ചെയ്യുന്നത്, മാക്സിമം റവന്യൂ ഉണ്ടാക്കാൻ പറ്റും, അറ്റ് ദ സെയിം ടൈം 1,500 രൂപ പ്രോഫിറ്റും ഉണ്ടാക്കാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. therefore price when Q is equal to 20, that is നമ്മൾ പറയാണ് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യേണ്ട എത്രയാണ്, 20. ആ സമയത്ത് പ്രൈസ് ഫംഗ്ഷൻ വേണം, എന്നാലും നമുക്ക് TR കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. റുപ്പീസിൽ TR കാണണമെങ്കിൽ വാട്ട് ഈസ് ദ മാക്സിമം റവന്യൂ കാണണമെങ്കിൽ നമുക്ക് ആ സമയത്ത് പ്രൈസ് കിട്ടണം. സോ നമ്മൾ എന്ത് ചെയ്യുക, പ്രൈസ് ഫംഗ്ഷൻ എടുത്ത് എഴുതാം. പ്രൈസ് ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു 304 - 2Q ആണ് അല്ലേ. അപ്പം 304 - 2Q എന്നുള്ളടത്ത് ക്യൂവിൻ്റെ അവിടെ നമ്മളിപ്പോൾ എന്താണ് 20 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ 2 × 20 ദറ്റ് ഈസ് 40. അപ്പം 304 നിന്ന് 40 മൈനസ് ചെയ്യുമ്പോൾ 264 നമുക്ക് പ്രൈസ് ആയിട്ട് കിട്ടുന്നത്. അതായത് മാക്സിമം റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന പോയിന്റിലെ പ്രൈസ് എന്ന് പറയുന്നത് 264 ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 20. സോ പ്രൈസ് എന്ന് പറയുന്നത് 264, ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 20 അല്ലേ. therefore പ്രോഫിറ്റ് അതുപോലെ തന്നെ പ്രോഫിറ്റ് വെൻ Q ഈസ് ഈക്വൽ ടു 20, ക്വാണ്ടിറ്റി 20 ആണെങ്കിൽ ആ സമയത്ത് പ്രോഫിറ്റ് 1,500 കിട്ടണം നമ്മൾ പ്രൂവ് ചെയ്യണ്ടേ. സോ നമുക്ക് എന്ത് ചെയ്യാം, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, പ്രോഫിറ്റ് ഫംഗ്ഷൻ എടുക്കുക. നമ്മൾ നേരത്തെ കണ്ടുവച്ച പ്രോഫിറ്റ് ഫംഗ്ഷൻ ഒന്ന് എടുത്ത് എഴുതുക. ആ പ്രോഫിറ്റ് ഫംഗ്ഷനിൽ ക്യൂവിൻ്റെ അളവ് എത്ര കൊടുക്കുക, 20 എന്ന് കൊടുക്കുക. ഓക്കെ, ആ ഒരു പ്രോഫിറ്റ് ഫംഗ്ഷനിൽ Q ഈസ് ഈക്വൽ ടു എത്ര എന്ന് കൊടുക്കുക, 20 എന്ന് കൊടുക്കുക. therefore പ്രോഫിറ്റ് ഫംഗ്ഷൻ്റെ അവിടെ -10 Q സ്ക്വയർ പ്ലസ് 300 Q - 500 ക്യൂവിൻ്റെ അവിടെ 20 കൊടുക്കുക. സോ -10 ഇൻറ്റു Q സ്ക്വയറിൻ്റെ അവിടെ 20 സ്ക്വയർ കൊടുക്കുക പ്ലസ് 300 ക്യൂവിൻ്റെ അവിടെ 300 ഇൻറ്റു 20 കൊടുക്കുക -500. സോ ഇവിടെ -10 ഇൻറ്റു 20 സ്ക്വയർ എന്ന് പറയുമ്പോൾ 400 -10 -4000 വരും. ഇവിടെ 300 × 200 326 6000 വരും -500. പോസിറ്റീവ് 6000 പിന്നെ -4000 -500 അല്ലേ. അപ്പോൾ 6000 4000 കുറയുമ്പോൾ 2000 2500 കുറയുമ്പോൾ 1500. ഓക്കെ, അപ്പോൾ കറക്റ്റാണ്. അപ്പോൾ ക്വാണ്ടിറ്റി 20 നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് നമുക്ക് മാക്സിമം റവന്യൂ ഉണ്ടാക്കാൻ പറ്റും, അറ്റ് ദ സെയിം ടൈം 1,500 രൂപ പ്രോഫിറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. therefore നമ്മൾ പ്രോഫിറ്റ് ക്രൈറ്റീരിയ നമ്മൾ എന്ത് ചെയ്തു, മെറ്റ് ചെയ്തു അല്ലേ. therefore നോക്കാം, നമ്മൾ പറഞ്ഞ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആണ്. കാരണം നമുക്ക് പ്രോഫിറ്റ് 1,500 മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, 1,500 രൂപ പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. മാക്സിമം റവന്യൂ എന്ത് ചെയ്യണം, ഉണ്ടാവണം. ദാറ്റ് ഈസ് മാക്സിമം റവന്യൂ ഉണ്ടാവുന്നുണ്ട് ബിക്കോസ് ആ സമയത്ത് പ്രൈസ് 264 ക്വാണ്ടിറ്റി 20 അല്ലേ. therefore maximum revenue at that point is equal to TR is equal to 304Q - 2Q സ്ക്വയർ. അപ്പോൾ 304 × 20 മൈനസ് 2. അപ്പോൾ TR ഫംഗ്ഷനിൽ ക്യൂവിൻ്റെ എന്ത് ചെയ്യുക, 20 കൊടുക്കുക. TR ഫംഗ്ഷനിൽ ക്യൂവിൻ്റെ അവിടെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, 20 കൊടുക്കുക. അപ്പോൾ അങ്ങനെ 20 കൊടുക്കുകയാണെങ്കിൽ 304 × 20 മൈനസ് 2 × 20 സ്ക്വയർ. ഇവിടെ ക്യൂവിൻ്റെ അവിടെ 20 കൊടുക്കുമ്പോൾ സോ ഫൈനൽ ആൻസർ 5280 വരും. ഇനി അതെല്ലാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നുള്ളൂ. പ്രൈസ് എത്രയാണ്, 264 അല്ലേ. സോ ഈ മാക്സിമം റവന്യൂ എത്ര എന്ന് അറിയാനായിട്ട് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇങ്ങനെ നമുക്ക് എഴുതാം. ഫംഗ്ഷൻ ആക്കിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതാം. ഓർ ഓൾട്ടർനേറ്റീവ്ലി പ്രൈസ് 264 ക്വാണ്ടിറ്റി 20 അല്ലേ.
ഇതായിരിക്കണമല്ലോ മാക്സിമം സെയിൽസ് അല്ലേ. സോ 264 ഇൻറ്റു 20 ഇസ് ഈക്വൽ ടു എത്ര വരും? 5200. ഓക്കെ, 5280 വരും അല്ലേ. യെസ്. അപ്പോൾ ഓൾട്ടർനേറ്റീവ്ലി 264 രൂപ ഇൻറ്റു 20 യൂണിറ്റ് ഇസ് ഈക്വൽ ടു 5280 എന്നുള്ള ആൻസർ. ഇതാണ് നമ്മുടെ മാക്സിമം റവന്യൂ. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം വെച്ചാൽ ഇവിടെ കണ്ടീഷൻ ഉണ്ട്. പ്രോഫിറ്റ് 1500 രൂപ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം നമുക്ക് മാക്സിമം എന്തുണ്ടാക്കാൻ? റവന്യൂ ഉണ്ടാക്കാൻ. അപ്പോൾ അത് രണ്ടും കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി എത്രയായിരിക്കും? 20 യൂണിറ്റ് ആയിരിക്കും. പ്രൈസ് 264 ആയിരിക്കും. ടോട്ടൽ റവന്യൂ വിൽ ബി 5280 ആയിരിക്കും. ഓക്കെ, സോ നല്ല ക്വസ്റ്റ്യൻ ആണെന്ന് ചെയ്ത് നോക്കാം. ഓക്കെ.